സംസ്ഥാനത്ത് വരാനിരിക്കുന്ന കടുത്ത നാളികേര ക്ഷാമമെന്ന് ഓയിൽ മില്ലുടമകൾ പറയുന്നു. വെളിച്ചെണ്ണ വിൽപ്പന കുറഞ്ഞതോടെ തങ്ങളും പ്രതിസന്ധിയിലായെന്നാണ് മില്ലുടമകളുടെ പരാതി. ഡിസംബർ വരെ പ്രതിസന്ധി തുടരാനാണ് സാധ്യത. ഊഹക്കച്ചവടം വഴി നാളികേരം പൂഴ്ത്തുന്നുവെന്നും മില്ലുടമകൾ 24 പറഞ്ഞു. 24 ബിഗ് ബ്രേക്കിംഗുമായി സൂര്യശ്രീ കൊച്ചിയിൽ നിന്ന് ചേരും. ആദ്യം നമുക്ക് ഇതിൻ്റെ ഒരു പ്രതികരണം കേൾക്കാം. ഇനിയും സാമ്പിൾ വെടിക്കെട്ടും വലിയ വെടിക്കെട്ടും വരാൻ കിടക്കുന്നുള്ളൂ. മിക്കവാറും ഓണത്തിനടുത്തായിരിക്കും സാമ്പിൾ വെടിക്കെട്ട് വരണത്. അതിനുശേഷം പിന്നെ അങ്ങോട്ട് നാളികേരം ഇല്ലാത്ത നാളുകളാണ്. അത് വലിയ വെടിക്കെട്ട് നടക്കുന്നത് മിക്കവാറും നവംബർ ഡിസംബർ മാസത്തിലായിരിക്കും. ഈ വെട്ടുന്ന തേങ്ങ കംപ്ലീറ്റ് മാർക്കറ്റിലോട്ട് വരുന്നില്ല. മാർക്കറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് പൊളിയും, ഒരുപാട് കുറയും. പക്ഷേ അവിടെ സ്പെക്കുലേറ്റേഴ്സ് ഉണ്ട്, അതായത് ഊഹക്കച്ചവടക്കാരുണ്ട്. ഈ ഊഹക്കച്ചവടക്കാരെ സംബന്ധിച്ച് അവർ വൻതോതിലാണ്, നമ്മൾ ഊഹിക്കാവുന്നതിനേക്കാൾ മേളിലാണ് അവരുടെ കപ്പാസിറ്റിയും അവർ ഇത് സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നത്. ഇന്റർനാഷണൽ ഷോർട്ടേജ് ഉണ്ട്, അതിന്റെ ഒരു വലിയൊരു ഭാഗമാണ് നമ്മളെയും ബാധിച്ചിരിക്കുന്നത്. കൊച്ചിയിൽ നിന്ന് സൂര്യശ്രീ തത്സമയം ശരിയാണ്. സൂര്യശ്രീ, വെളിച്ചെണ്ണ കാര്യങ്ങളൊക്കെ കേട്ട് ഞെട്ടിയിരിക്കുകയാണോ വീട്ടമെന്നുള്ള നിലയിൽ? പറയൂ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ് കെ. നാളികേരത്തിന്റെ നാടായ കേരളത്തിൽ തന്നെ വെളിച്ചെണ്ണയ്ക്കും നാളികേരത്തിനുമൊക്കെ ഇത്രയധികം വില വരുന്നതിൽ തന്നെ മലയാളികളൊക്കെ തന്നെ വലിയൊരു ആശങ്കയിലാണ്. കാരണം മലയാളികളുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു വസ്തുവൊക്കെ തന്നെ തേങ്ങയും വെളിച്ചെണ്ണയും ഒക്കെ മാറിക്കഴിഞ്ഞിരുന്ന ഒരു കാലഘട്ടത്തിൽ കിലോയ്ക്ക് ഒരു 85 മുതൽ 90 വരെയാണ് നാളികേരത്തിനും. എണ്ണയ്ക്ക് ഏകദേശം 500-നൊക്കെ അടുത്തെത്തിയിരിക്കുകയാണ് വെളിച്ചെണ്ണ വിലയൊക്കെ തന്നെ. ഈ ഒരു സാഹചര്യത്തിൽ സാധാരണക്കാരെ പോലെ തന്നെ സംസ്ഥാനത്തെ മില്ലുടമകളും വളരെയധികം ആശങ്കയിലാണെന്നാണ് നമ്മളോട് പങ്കുവച്ചിരിക്കുന്നത്. കാരണം ഇത് മാത്രമല്ല, വരാനിരിക്കുന്നത് വലിയൊരു നാളികേര ക്ഷേമത്തിന്റെ നാളുകളാണെന്നും ഈ വില മാത്രമല്ല, ഇതിൽ നിന്നും 600 ഒക്കെ തന്നെ വില കടക്കും. വെളിച്ചെണ്ണയുടെ വില 600-ലധികം ഒക്കെ തന്നെ കടക്കുമെന്നാണ് മില്ലുടമകൾ നമ്മളോട് പങ്കുവച്ചിരിക്കുന്നത്. ഇതിന്റെ പ്രധാന കാരണമായി പറയുന്നത് തന്നെ നാളികേര ക്ഷാമമാണ്. കാരണം ഈ കഴിഞ്ഞ പ്രാവശ്യമുണ്ടായ കാലാവസ്ഥാ വ്യതിയാനത്തിലൊക്കെ തന്നെ വളരെ വലിയ രീതിയിലൊക്കെ ഉൽപ്പാദനം കുറഞ്ഞിരുന്നു. എന്നാൽ ഉൽപ്പാദിക്കപ്പെട്ട നാളികേരമാകട്ടെ വലിയ രീതിയിൽ പൂഴ്ത്തിവെപ്പുകളൊക്കെ തന്നെ നടക്കുന്നുണ്ടെന്നാണ് മില്ലുടമകൾ പറയുന്നത്. കാരണം കേരളത്തിനേക്കാൾ കൂടുതൽ തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നാണ് നാളികേരം ഉൽപ്പാദിപ്പിക്കുന്നതും കൊണ്ടുവരുന്നതൊക്കെ തന്നെ. പക്ഷേ ഈ സംസ്ഥാനത്തിലെ ആളുകളൊക്കെ തന്നെ ഓണവിപണിയും അതുപോലെ തന്നെ നവംബർ ഡിസംബർ മാസങ്ങളിലെ മണ്ഡലകാലവും ഒക്കെ സീസണുകളാണ്. ഈ സീസണുകളെയൊക്കെ കണക്കിലെടുത്തുകൊണ്ട് തന്നെ നാളികേരം നിലവിൽ പൂഴ്ത്തിവെച്ചിട്ടുണ്ട്. കൊപ്രകളൊക്കെ തന്നെ നിലവിൽ പൂഴ്ത്തിവെച്ചിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ വലിയൊരു ക്ഷാമമാണ് ഇപ്പോൾ നിലവിൽ കൊപ്ര മേഖലയിലൊക്കെ തന്നെ നേരിടുന്നത്. ഒരു കിലോയ്ക്ക് 340 രൂപയാണ് ഇത്തരത്തിൽ 1 കിലോ കൊപ്രയ്ക്കൊക്കെ തന്നെ വരുന്നത്. അതുകൊണ്ട് തന്നെ ഉൽപ്പാദന ചെലവ് വളരെയധികം കൂടുതലാണെന്നാണ് മില്ലുടമകൾ നമ്മളോട് പങ്കുവച്ചിരിക്കുന്നത്. അത് ഇത്തരത്തിൽ ഈ ഉൽപ്പാദന ചെലവുകൾ കൂടുതലായി ഉൽപ്പാദിപ്പിച്ചാൽ പോലും ഈ 400-ഉം 480-ഉം 500-ഉം ഒക്കെ എത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ എണ്ണ ആവശ്യത്തിന് ആളുകൾ വാങ്ങുകയില്ല. ഇത്തരത്തിൽ വില കൂടുതൽ ഉയരുന്ന സാഹചര്യത്തിൽ തന്നെ ആളുകൾ എണ്ണ വാങ്ങുന്നത് കുറച്ചിരിക്കുന്നു. പണ്ട് 5 കിലോ 6 കിലോ ഒക്കെ വാങ്ങിയിരുന്ന ആളുകളൊക്കെ തന്നെ ഇപ്പോൾ 1/2 കിലോ 1 കിലോയിലൊക്കെ തന്നെ മാറിയിരിക്കുന്നു. നമുക്ക് സാധാരണ ഊഹിക്കാവുന്നത് മാത്രമാണ് ഇത്തരത്തിൽ വില കൂടുമ്പോൾ ഉണ്ടാകുന്ന കാര്യം. ഇതിൽ സർക്കാർ അടിയന്തരമായി ഇടപെടണം എന്ന് തന്നെയാണ് മില്ലുടമകൾ അടക്കം ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാരണം ധാരാളം പൂഴ്ത്തിവെപ്പുകൾ നടക്കുന്നുണ്ട്. മാത്രമല്ല ആഗോളതലത്തിൽ തന്നെ ഇത്തരത്തിൽ നാളികേരത്തിന് ഒരു പ്രതിസന്ധി വന്നിരിക്കുകയാണ്. ചൈന അടക്കം മൂല്യവർദ്ധിത വസ്തുവായി നാളികേരം ഉപയോഗിക്കുന്ന സാഹചര്യത്തിൽ വൻതോതിൽ ചൈന അടക്കമുള്ള രാജ്യങ്ങൾ ഇത്തരത്തിൽ നാളികേരം ഇറക്കുമതി ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ വില കൊണ്ട് തന്നെ ഇത്തരത്തിൽ തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കർണാടക പോലുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുകയാണ് കൂടുതൽ നാളികേരങ്ങളും കൊപ്രകളൊക്കെ. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്ത്, പ്രത്യേകിച്ച് കേരളത്തിൽ തന്നെ ഇത്തരത്തിൽ നാളികേരത്തിനും കൊപ്രയ്ക്കൊക്കെ തന്നെ വലിയ രീതിയിലൊരു ക്ഷാമം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി ഓണവിപണി ഇങ്ങ് അടുത്തെത്തിയിരിക്കുകയാണ്. സർക്കാർ തലത്തിൽ വലിയ രീതിയിലൊരു ഇടപെടൽ നടത്തിയെങ്കിൽ മാത്രമേ ഇത്തരത്തിൽ വെളിച്ചെണ്ണയുടെയും കൊപ്രയുടെയും നാളികേരത്തിൻ്റെയൊക്കെ ഒരു വിലയിടിവ് വരികയുള്ളതെന്നാണ് കൊപ്ര മില്ലുടമകളും സാധാരണക്കാരുമൊക്കെ നമ്മളോട് പങ്കുവെക്കുന്നത്. ഓക്കെ, താങ്ക് യു സൂര്യശ്രീ.